ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ലോണ്ടറി റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് ലോണ്ടറി മാനേജ് ചെയ്ത് പോകാൻ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ മുഷിഞ്ഞ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ബാസ്ക്കറ്റ്സുകൾ ഓരോ റൂമിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പിള്ളേരുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഇടാൻ ഒരു ബാസ്ക്കറ്റ്, സ്കൂളിൽ പോകുന്ന ഡ്രസ്സുകൾ ഇടാൻ ഒരു ബാസ്ക്കറ്റ്, അതുപോലെ നമ്മുടെ ആണെങ്കിലും വീട്ടിലിടുന്ന ഡ്രസ്സുകളും ഓഫീസിൽ പോകുന്ന ഡ്രസ്സുകൾ ഇടാനും അങ്ങനെ സെപ്പറേറ്റ് ബാസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിള്ളേരുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടാനായിട്ട് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റാണ്. ഇത് വേറൊരു റൂമിൽ ഇവരുടെ രണ്ടുപേരുടെയും സ്കൂളിലിടുന്ന അല്ലെങ്കിൽ വെളിയിലിടുന്ന ഡ്രസ്സസ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ഡ്രസ്സസ് ഒരു ബാസ്ക്കറ്റിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്കതനുസരിച്ചിട്ട് എടുത്ത് നനയ്ക്കാനും നല്ല ഈസിയാണ്. പിന്നെ ഇടുമ്പോൾ തന്നെ സോർട്ട് ചെയ്ത് ബാസ്ക്കറ്റിലോട്ട് തുണികൾ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നനയ്ക്കാൻ പോകുമ്പം സോർട്ട് ചെയ്യുക എന്നൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവർ സ്കൂളിലിടുന്ന ഡ്രസ്സസ് എല്ലാം ഒരു ബാസ്ക്കറ്റിൽ ഇടുന്നത് കൊണ്ട് തന്നെ അത് ഒരേ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് നനയ്ക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് നനയ്ക്കുന്ന സമയത്ത് നല്ല ഈസിയാണ്. സെപ്പറേറ്റ് ബാസ്ക്കറ്റ്സ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുഷിഞ്ഞ തുണികൾ മാറുന്ന സമയത്ത് തന്നെ അത് കറക്റ്റ് ലോണ്ടറി ബാസ്ക്കറ്റ്സിലോട്ട് ഇട്ട് പോകുന്നത് കൊണ്ട് നനയ്ക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഒരു സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മുറിയിലാണ് എൻ്റെയും വിനീതിൻ്റെയും ജോലിക്ക് പോകുന്ന ഡ്രസ്സസ് ഇടുന്ന ബാസ്ക്കറ്റും അതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സസ് ഇടുന്ന ഒരു ബാസ്ക്കറ്റും ഉള്ളത്. കാറ്റഗറി അനുസരിച്ച് നമ്മൾ രണ്ടുപേരുടെ തുണി ഒരു ബാസ്ക്കറ്റിൽ ഇടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ നനച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഒരാൾക്കുള്ള ബാസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നമ്മൾ ബാസ്ക്കറ്റ് ചൂസ് ചെയ്താൽ മതി. വൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ബാസ്ക്കറ്റ് വെക്കാം. അതുപോലെ മുഷിഞ്ഞ ക്ലോത്ത്സ് നമ്മൾ ഈ ബാസ്ക്കറ്റിൽ ഇടുന്നതിന് മുമ്പ് തന്നെ ഇൻസൈഡ് ഔട്ട് ആക്കി നമ്മൾ ഇടുക. അപ്പം നമുക്ക് ആ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ജസ്റ്റ് ലോണ്ടറി ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് ചെയ്തു പോകുന്നത് കൊണ്ട് നമുക്ക് ഓവർ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നത്തുമില്ല. ഇതെല്ലാം കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നേരെ ഓരോ ബാസ്ക്കറ്റ്സ് ആയിട്ട് എടുത്ത് വാഷിംഗ് മെഷീനിൽ ഡംപ് ചെയ്ത് നനച്ചെടുക്കാനും നല്ല ഈസിയാണ്. ഇത് നമ്മുടെ ലോണ്ടറി റൂമിൽ വെച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ ബാസ്ക്കറ്റ് ആണ്. നമുക്ക് തുണിയൊക്കെ നനച്ചു കഴിഞ്ഞ് എടുക്കണം എന്നുണ്ടെങ്കിൽ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും ഒരു സെറ്റ് ലോണ്ടറി ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ഒരു സെറ്റ് ലോണ്ടറി എന്നൊരു റൂള് നമ്മളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നനച്ച് കിട്ടുന്ന തുണിയുടെ അളവും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എവിടെയും കൂട്ടിയിടാതെ അത് കറക്റ്റായിട്ട് നമുക്ക് മടക്കി അടുക്കി വെച്ച് പോകാനും നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇന്ന് നമ്മളിൽ പലരും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് തുണി നനയ്ക്കുന്നത് കൊണ്ട് തന്നെ നനയ്ക്കുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഒരു ദിവസത്തേക്ക് നമുക്ക് എല്ലാ ലോണ്ടറിയും കൂടെ വെച്ച് നനച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മെഷീനാണല്ലോ നനയ്ക്കുന്നത്. പക്ഷെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കോ ഒക്കെ നമുക്ക് ഈ തുണികളെല്ലാം കൂടി ഒരുമിച്ച് നനച്ച് ഉണക്കി കിട്ടുമ്പോൾ ഇതെല്ലാം കൂടെ മടക്കി വെക്കുന്നതായിരിക്കും പിന്നെ ഒരു ബുദ്ധിമുട്ട്. അപ്പം നമ്മളൊരു ചെറിയ സെറ്റ് ഓഫ് ലോണ്ടറി ഓരോ ദിവസം ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ എമൗണ്ട് ഓഫ് തുണികൾ മാത്രമേ നമുക്ക് മടക്കാനും കാണുകയുള്ളൂ. അത് നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് മടക്കി എടുത്തു വെക്കാൻ പറ്റുന്നതേ ഉണ്ടാവുകയുള്ളൂ. എനിക്ക് നൈറ്റ് വർക്ക് ചെയ്യുന്ന ദിവസമാണെങ്കിലും ഓഫ് ദിവസമാണെങ്കിലും ഒരു രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു സെറ്റ് ഓഫ് ലോണ്ടറി ഞാൻ ഇടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് പറ്റുന്നൊരു സമയം എല്ലാ ദിവസവും ഒരു സെറ്റ് ഓഫ് ലോണ്ടറിക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നനയ്ക്കുന്നത് പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് മടക്കാനും എടുത്തു വെക്കാനും നല്ല എളുപ്പം ഉണ്ടാവും. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ലോണ്ടറി റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയയിൽ തന്നെ ലോണ്ടറിക്ക് ആവശ്യമായ കാര്യങ്ങളും അതുപോലെ നമുക്ക് അയൺ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നമ്മുടെ ഈ ഒരു ലോണ്ടറി റൂമിലെ ഷെൽഫിൽ തന്നെ 2 ചെറിയ ബാസ്ക്കറ്റ്സിലാക്കി ലോണ്ടറി ഡിറ്റർജൻറ്റും സോഫ്റ്റ്നറും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴയ ജ്യൂസ് കുപ്പിക്കകത്താണ് ഞാനിതൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഒന്ന് നമുക്കിവിടെ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കന്നാസിൽ കിട്ടുമ്പോൾ ഈ ഷെൽഫിൽ വെക്കുമ്പം അത് ഓവർ വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കൊച്ചു കുപ്പിയിലാകുമ്പം ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. പിന്നെ കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഒരു ലോണ്ടറി റൂമിൽ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു സിങ്കും കൂടി ഉണ്ട്. ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ ഒരു ഏരിയ നമുക്ക് കൈവച്ചൊക്കെ ഒന്ന് കഴുകിയിട്ട് വാഷിംഗ് മെഷീനകത്ത് ഇടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിങ്ക് നല്ല സൗകര്യമാണ്. ഷർട്ടിൻ്റെ കോളറോ അല്ലെങ്കിൽ പിള്ളേരുടെ യൂണിഫോമിൻ്റെ എന്തെങ്കിലും പാൻറ്റിൻ്റെ ഒരു ഏരിയയോ ഒക്കെ നമുക്കൊന്ന് കൈവച്ച് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സിങ്ക് നല്ല യൂസ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും സോക്ക് ചെയ്തിടണം എന്നുണ്ടെങ്കിലും ഈ സിങ്കിൽ നമുക്ക് ആ ഡ്രെയിൻ അടച്ചു വെക്കാൻ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അടച്ചു വെച്ച് എന്തെങ്കിലും സൊല്യൂഷനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് സോക്ക് ചെയ്തിടാനും ഈസി ആയിട്ട് പറ്റും. നമുക്ക് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാനും ഒലച്ചെടുക്കാനും ഒന്നും നമ്മൾ വേറൊരു പാത്രം എടുക്കാൻ പോകണ്ട. ഈ സിങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെള്ളം നിറയ്ക്കാനും കളയാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അയൺ ബോക്സ് അവിടെ ഷെൽഫിലും അയൺ ബോർഡ് ഇവിടെ സൈഡിലും ഒതുക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് തുണി നനച്ച് കിട്ടുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒന്ന് ഇസ്തിരി ഇടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളും ഈസി ആയിട്ട് നമ്മൾ ആക്സസിബിൾ ആയിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ഇസ്തിരി ഇട്ട് മാറ്റി വെക്കാനും അത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ഈ ഒരു ലോണ്ടറി റൂമിൽ വാഷിംഗ് മെഷീന്റെ കൂടെ വെച്ചിരിക്കുന്നത് ഡ്രയർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വെതറിൽ നമുക്ക് എല്ലായ്പ്പോഴും പുറത്ത് വെയിലത്ത് തുണിയിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഡ്രയർ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തുണികളെല്ലാം കൂടെ കഴുകാൻ ഇട്ടതാണ്. അപ്പോൾ അത് ഒരു സെറ്റ് ഓഫ് ലോണ്ടറിക്ക് ഇനഫ് അല്ലാത്തതുകൊണ്ട്
അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകി ഉണക്കാൻ വെക്കുന്ന മാറ്റും കൂടി ചേർത്താണ് ഞാൻ എപ്പോഴും കഴുകാനിടുന്നത്. അപ്പം നമുക്കത് ഒരു സെറ്റ് ഓഫ് ലോണ്ട്രിക്ക് ഇനഫായിട്ടുള്ള തുണികൾ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഓരോ തുണിയായിട്ട് നമ്മുടെ അടുക്കളയിലെ തുണികൾ കഴുകുകയാണെങ്കിൽ കൈവച്ച് കഴുകാൻ പോകണം. അപ്പം അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നമ്മൾ കൈയൊക്കെ തുടയ്ക്കാൻ യൂസ് ചെയ്യുന്ന തുണികൾ അഴുക്കാവുമ്പം മാറ്റിയിട്ട് കുറച്ചെണ്ണം ആകുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകി വെക്കുന്ന ഈ മാറ്റും കൂടി ചേർത്ത് ഒരുമിച്ചാണ് എപ്പോഴും നനയ്ക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു സെറ്റ് ഓഫ് ലോണ്ട്രിക്ക് തുണികൾ ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് കഴുകി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ഈ അടുക്കളയിലെ തുണികളെല്ലാം ഞാൻ ഇതുപോലൊരു കുഞ്ഞു ബാസ്ക്കറ്റിലാക്കിയിട്ട് നമ്മുടെ പാൻട്രിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് തീരുന്നതനുസരിച്ചിട്ട് കഴുകിക്കൊണ്ട് വന്ന് തിരിച്ചിതുപോലെ മടക്കി വെക്കാനും നല്ല എളുപ്പമാണ്. ഇനി നമ്മൾ ബെഡ്ഷീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെഡ്ഷീറ്റ്സ് കഴിവതും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ മാറ്റി വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കണ്ണിന് കാണുന്നില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിലെയും ഹെയറിലെയും ഒക്കെ അഴുക്കുകൾ ഈ ബെഡ്ഷീറ്റ്സിലായാലും പില്ലോ കവറിലായാലും ഒക്കെ വീഴുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അലർജിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഒരു 3-4 ദിവസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ്സ് മാറ്റുന്നതാണ് നല്ലത്. നമുക്കിവിടെ ഏറ്റവും വർക്കാവുന്നത് ആഴ്ചയിൽ ഒരു ദിവസം 3 ബെഡിലെയും കൂടെ ബെഡ്ഷീറ്റ്സും പില്ലോ കവറും ഒരുമിച്ച് വാഷ് ചെയ്യാൻ ഇടുക എന്നുള്ളതാണ്. ഇപ്പം പിന്നെ വിന്റർ സമയം ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ്സ് വളരെ തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ് ആണ്. അപ്പം നമുക്കത് വാഷിംഗ് മെഷീനകത്ത് ഒരു ബ്ലാങ്കറ്റ് ഒരു സമയം കഴുകാനായിട്ട് പറ്റുള്ളൂ. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കഴുകി യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ സമ്മർ ടൈം ആകുമ്പോൾ കുറച്ചും കൂടി തിൻ ബ്ലാങ്കറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലോഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ബ്ലാങ്കറ്റ്സ് ഒരുമിച്ചിട്ട് വാഷ് ചെയ്യാനായിട്ടും പറ്റും. ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്തും അപ്പം തന്നെ നമ്മൾ പുതിയ ബെഡ്ഷീറ്റ്സ് വിരിക്കാതെ കുറച്ച് സമയം നമ്മുടെ മാട്രസ് ഒന്ന് എയർ ചെയ്യാനായിട്ട് വിടുക. അപ്പം നമുക്കതൊന്ന് ബ്രീത്ത് ചെയ്യാനായിട്ടൊന്ന് എയർ കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അത് നമ്മുടെ മാട്രസിൽ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ മാട്രസിൽ ഒരു മാട്രസ് പ്രൊട്ടക്ഷൻ കവർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ യൂറിനൊക്കെ വീണ് നമ്മുടെ മാട്രസ് നനയാതിരിക്കാനും ഇനി നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ സ്കിന്നിലെയും ഹെയറിലെയും ഒക്കെ അഴുക്ക് വീണ് നമ്മുടെ മാട്രസ് കേടായി പോവാതിരിക്കാൻ വൃത്തികേടാവാതിരിക്കാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം മിക്കവാറും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഒക്കെ ഈ എനർജി എഫിഷ്യൻറ്റ് മെഷീൻസ് ആണല്ലോ. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒരുപാട് എനർജി ഒന്നും യൂസ് ചെയ്യാതിരിക്കാനാണ് ഈ മെഷീൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർലോഡ് ഇടാതെ ചെറിയൊരു സെറ്റ് ഓഫ് ലോണ്ട്രി ചെയ്തു പോകുന്നതാണ് മെഷീൻസിനാണെങ്കിലും നല്ലത്. ഇതിപ്പോൾ പിള്ളേരുടെ വീട്ടിലിടുന്ന തുണികളെല്ലാം കൂടി ഒരു ലോഡ് ലോണ്ട്രി ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവന്ന് ഒരു ലോഡായിട്ട് ഇടാനായിട്ട് നല്ല ഈസിയാണ്. പിന്നെ അത് വീട്ടിലിടുന്നതും സ്കൂളിലിടുന്നതും ഒന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്കവാറും തുണികളൊക്കെ അവർ ഇൻസൈഡ് ഔട്ട് ആക്കിയിട്ടുണ്ടായിരിക്കും. ഇനി ആക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നനയ്ക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് ഇൻസൈഡ് ഔട്ട് ആക്കി ഇടാറുണ്ട്. എപ്പോഴും നമ്മുടെ തുണികളുടെ കളർ പോവാതിരിക്കാനും ഒക്കെ നമ്മൾ അകത്തുള്ള ഭാഗം പുറത്താക്കി ഇടുന്നതാണല്ലോ നല്ലത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ ഒന്ന് മാറ്റിയിടാൻ ശ്രദ്ധിക്കും. അതുപോലെ നമ്മൾ ടവൽസ് എല്ലാം ഒരു ദിവസമാണ് കഴുകാറ്. എന്നാലും എളുപ്പപ്പണിക്ക് ചില ആഴ്ചകളിൽ വീട്ടിലിടുന്ന തുണികളുടെ കൂടെ ഓരോ ടവലായിട്ട് ഇടാൻ നോക്കും. അപ്പോൾ പിള്ളേരുടെ വീട്ടിലിടുന്ന തുണി നനയ്ക്കുന്ന കൂട്ടത്തിൽ പിള്ളേരുടെ തന്നെ ഒരാളുടെ ടവല് അതിൻ്റെ കൂടെ ഇട്ട് നനയ്ക്കാനായിട്ട് നോക്കും. അപ്പം നമ്മൾ പിന്നെ ടവൽസിനായിട്ട് സെപ്പറേറ്റ് ഒരു ദിവസം വെക്കേണ്ട തന്നെ കാര്യമില്ല. ഇനി നമ്മളുടെ ആണെങ്കിലും വീട്ടിലിടുന്ന തുണി നനയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മളിൽ ഒരാളുടെ ടവല് അതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് നനച്ചെടുക്കും. അത് നമുക്ക് ഈസിയുമാണ്. ഒരു ദിവസത്തെ ലോണ്ട്രി നമുക്ക് ലാഭിക്കാം. 2 ആഴ്ച കൂടുമ്പോൾ ഒരാളുടെ ടവല് നല്ല വൃത്തിയായിട്ട് നനച്ച് ഉണക്കി കിട്ടുകയും ചെയ്യും. പുറത്തിടുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ടവൽസ് ഇട്ട് നനയ്ക്കാറില്ല. പക്ഷെ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സസ് നനയ്ക്കുന്ന കൂട്ടത്തിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരാളുടെ ടവൽ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ടവലായിട്ട് നനച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ടത് മാനേജ് ചെയ്ത് പോകാനും നല്ല എളുപ്പമാണല്ലോ. വാഷിംഗ് മെഷീനിൽ തന്നെ നമുക്ക് തുണികൾ അത്യാവശ്യം സ്പിൻ ചെയ്ത് ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവരും ഡ്രയർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തുണി ഉണങ്ങി കിട്ടും. ഈച്ച് ടൈം നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഈ ഒരു ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഫിൽറ്ററിനകത്താണ് നമ്മുടെ ലിനൻ വേസ്റ്റ് വന്ന് കളക്ട് ആവുന്നത്. ഓരോ ലോഡ് ഇടുന്നതിന് മുമ്പും ഈ ഫിൽറ്റർ എടുത്തൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുന്നത് പലരും ഉറങ്ങുന്ന സമയത്ത് ഡ്രയർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഡ്രയർ ഓൺ ആക്കിയിട്ടിട്ട് പോകും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരിക്കലും നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത്, അതായത് നമ്മൾ ഉണർന്നിരിക്കാത്ത ഒരു സമയത്ത് ഒരിക്കലും നമ്മൾ ഡ്രയർ ഓപ്പറേറ്റ് ചെയ്യരുത്. ഡ്രയറിനകത്ത് ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫയറോ കാര്യങ്ങളോ ഉണ്ടാവാനുള്ളൊരു ചാൻസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഫിൽറ്റർ ക്ലീൻ ആക്കി പോവുക. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തോ ഉറങ്ങുന്ന സമയത്തോ ഒന്നും ഒരിക്കലും ഡ്രയർ ഓപ്പറേറ്റ് ചെയ്തിട്ട് പോവാതിരിക്കുക. അപ്പം നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പെട്ടെന്ന് ടാക്കിൾ ചെയ്യാനും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പം നമ്മളെപ്പോഴും എവേക്കായിട്ട് നമ്മൾ വീട്ടിലുള്ള ഒരു സമയത്തായിരിക്കണം നമ്മൾ ഈ ഡ്രയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. പിന്നെ ഇതിൻ്റെ ആ ഒരു വെന്റിലേഷനും ഇതിൻ്റെ ആ ഒരു ചൂടും പുറത്തോട്ടാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും വീട്ടിലുള്ള സമയത്ത് ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ഡ്രയർ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ക്ലീൻ ആക്കി
ഫിൽറ്റർ ആയാലും ഒക്കെ നമ്മൾ ക്ലീൻ ആക്കി സൂക്ഷിക്കാനും കൂടി നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഓരോ ലോഡ് ലോണ്ടറി കഴിയുന്ന സമയത്തും നമ്മൾ തുണി എടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ അടച്ചു വെക്കാതിരിക്കുക. അതിൻ്റെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനകത്ത് വരുന്ന ബാഡ് സ്മെല്ലായാലും അതുപോലെ അതിൻ്റെ ആ ഒരു റബ്ബർ ഫിറ്റിങ്സിലൊക്കെ വരുന്ന മോൾഡും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് അത് നല്ലതാണ്. അപ്പം നമ്മൾ ഓരോ സെറ്റ് ലോണ്ടറി വാഷ് ചെയ്തതിന് ശേഷവും നമ്മൾ ഇതിൻ്റെ ഡോർ ഒന്ന് തുറന്നു വെക്കുമ്പം അതിനകത്ത് ഈ മോയ്സ്ചർ ബിൽഡ് ആവാതിരിക്കാനും മോൾഡ് വരാതിരിക്കാനും അതുപോലെ ബാഡ് സ്മെല്ല് വരാതിരിക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും വർക്കൗട്ട് ആകുന്ന രീതിയിൽ നമ്മളൊരു ലോണ്ടറി റുട്ടീൻ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഓരോ സെറ്റ് ലോണ്ടറി ഓരോ ദിവസം ചെയ്യാനും അത് ഈസി ആയിട്ട് മടക്കാനും എടുത്തു വെക്കാനും ഒക്കെ നമുക്ക് എളുപ്പം ഉണ്ടാവും. അപ്പം നമ്മുടെ ഇന്നത്തെ തുണി നനയ്ക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് തുണി മടക്കി വെക്കുകയാണ്. അപ്പം എനിക്ക് ഓഫുള്ളൊരു ദിവസമാണെങ്കിൽ നമ്മൾ സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തുണി മടക്കി അങ്ങ് പോകും. അല്ലെങ്കിലും നമുക്ക് 5-10 മിനിറ്റ് കൊണ്ട് മടക്കി വെക്കാൻ പാകത്തിനുള്ള തുണികൾ മാത്രമേ നമ്മൾ ഒരു സെറ്റ് ഓഫ് ലോണ്ടറി ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് ഉണക്കി കിട്ടുള്ളൂ. അപ്പം മടക്കാനും എടുത്തു വെക്കാനും നല്ല എളുപ്പം ഉണ്ടാവും. വീട്ടിലെ മുഴുവൻ തുണികളും കൂടി നമ്മൾ ഒരു സാറ്റർഡേ സൺഡേയോ ഒരു ദിവസമോ ഒക്കെ ആയിട്ട് നനച്ചെടുക്കുമ്പോഴാണ് ഇത്രയും തുണികളും കൂടി നമുക്ക് മടക്കാൻ കിട്ടുന്നത്. അത് നമുക്ക് എല്ലാം കൂടി മടക്കി വെക്കാൻ പറ്റാതെ പോകുമ്പോൾ നമ്മൾ ഈ കട്ടിലിൽ നിന്ന് ആ കട്ടിലയിലോട്ടും ആ കസേരയിൽ നിന്ന് ഈ കസേരയിലോട്ടും ഒക്കെ മാറ്റി വെക്കും. അത് മടക്കാതിരുന്നിരുന്ന് നമ്മൾ ഇടുന്ന സമയമാകുമ്പോൾ തന്നെ അതൊരുവിധം മുഷിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു റുട്ടീൻ നമ്മളങ്ങ് സെറ്റ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലിടുന്ന തുണി നനയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു ടവലും കൂടി ഇട്ട് നനച്ചു പോകുമ്പോൾ എനിക്ക് ഒരു ദിവസത്തെ ലോണ്ടറി ലാഭിക്കാൻ പറ്റും. അപ്പോൾ വെള്ളവും ഇലക്ട്രിസിറ്റിയും ഡിറ്റർജൻറ്റും ഒക്കെ നമ്മൾ ലാഭിക്കുകയാണ്. പിന്നെ നമ്മുടെ സമയവും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണോ വർക്കൗട്ട് ആവുന്നത് അത് നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. മുഷിഞ്ഞ തുണികൾ നമ്മൾ മാറുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബാസ്ക്കറ്റ്സിൽ ഇടുന്നത് കൊണ്ട് നമുക്ക് ലോണ്ടറി ചെയ്യുന്ന സമയത്ത് ഓരോ ബാസ്ക്കറ്റ്സ് ആയിട്ട് ഈസി ആയിട്ട് കൊണ്ട് നമ്മുടെ മെഷീനിലോട്ട് ഡംപ് ചെയ്യാൻ ഈസിയാണ്. അതല്ലാതെ നമ്മൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും വീട്ടിലിടുന്നതും സ്കൂളിൽ ഇടുന്നതും പുറത്തിടുന്നതും എല്ലാം ഒരു ബാസ്ക്കറ്റിലോട്ട് ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നനയ്ക്കാൻ പോകുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മുഷിഞ്ഞ തുണികൾ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുന്നത് ലോണ്ടറി ചെയ്യാൻ മാത്രമല്ല നമുക്ക് തുണി മടക്കാനും എടുത്തു വെക്കുന്ന സമയത്തും എളുപ്പമുണ്ടാവും. ഈ ബാസ്ക്കറ്റ്സ് ഒന്നും നമ്മൾ എല്ലാ ദിവസവും വാങ്ങിക്കേണ്ടല്ലോ. ഒരു വട്ടം വാങ്ങിച്ചാൽ ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട ജോലികൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മടിയില്ലാണ്ട് നമ്മൾ കാര്യങ്ങൾ മാറ്റി വെക്കാണ്ട് ചെയ്യാനുള്ള ഒരു എനർജിയും ഒരു തോന്നലും ഒക്കെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. മടക്കി വെക്കുന്ന തുണികളാണെങ്കിലും ഓരോന്ന് എവിടെ വെക്കണം എന്ന് നമുക്ക് ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വെക്കാൻ നല്ല ഈസി ആയിരിക്കും. ഈ ഒരു ചെറിയ ഷെൽഫിലാണ് നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റ്സും പില്ലോ കവറും ഒക്കെ വെച്ചിട്ടുള്ളത്. പിള്ളേരുടെ ഡ്രസ്സ് ചില ദിവസങ്ങളിൽ നമ്മൾ പിള്ളേരെ കൊണ്ട് മടക്കിക്കാറുണ്ട്. കഴിവതും അവരുടെ സ്കൂളിൽ ഇടുന്ന ഡ്രസ്സുകളെല്ലാം അവർ തന്നെ മടക്കി ഒരു ഡ്രോയറിലാണ് വെക്കാറ്. ഓരോ പ്രാവശ്യം തുണി മടക്കി വെക്കുന്ന സമയത്തും നമ്മുടെ ഷെൽഫിൽ എന്തെങ്കിലും ഒന്ന് അഴിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മടക്കി വെച്ച് പോകാനും പറ്റും. കാരണം നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഈ ഷെൽഫിലോട്ട് നമ്മുടെ കൈയും കണ്ണും ഒക്കെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും തന്നെ നമ്മുടെ ഷെൽഫ് നീറ്റായിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ തുണി വെക്കുന്ന ക്ലോസറ്റ്സിൽ ഷെൽഫ് ഒത്തിരി മുകളിലായതുകൊണ്ട് നമ്മൾ ഐക്കിയെന്ന് ചെറിയൊരു ഷെൽഫ് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർക്കത് ഈസി ആയിട്ട് കൈ എത്തുന്ന ഒരു ദൂരത്തിലായതുകൊണ്ട് ഈ മോളിൽ നിന്നുള്ള ഷെൽഫിൽ നിന്ന് വലിച്ചെടുത്ത് തുണിയെല്ലാം കൂടെ നിരത്തി ഇടുന്ന ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ ചെറിയ ഫ്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കഴിവതും ഇതുപോലെ ഹാങ്ങറിലാക്കി ഇടുകയും ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെയുള്ള തുണികളൊന്നും മടക്കാനും നിൽക്കേണ്ട. അതുപോലെ തന്നെയാണ് സോക്സും അണ്ടർ ഗാർമെന്റ്സും ഒക്കെ പോലെയുള്ള ചെറിയ തുണി ഐറ്റംസ് നമുക്കത് ഒരു ബാസ്ക്കറ്റിൽ സൂക്ഷിക്കാം. അപ്പം ഞാൻ ഈ സോക്സ് കഴുകി എടുക്കുന്ന സമയത്ത് ഓരോ പെയറാക്കി സിമ്പിളായിട്ട് ഇങ്ങനെയൊന്ന് ചുരുട്ടി അങ്ങ് ഒരുമിച്ച് വെക്കത്തേ ഉള്ളൂ. നമുക്ക് പല രീതിയിൽ ഇത് ഫോൾഡ് ചെയ്യാം. നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കി വെക്കാം. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കത് വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് ചുരുട്ടി എടുത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഓരോ പെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാനും എളുപ്പമുണ്ട്, വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ അലമാരിയുടെയും നമ്മുടെ ഷെൽഫിൻ്റെയും ഒക്കെ ഒരു സൈസ് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ബാസ്ക്കറ്റ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വൃത്തിയായിട്ട് ഒതുങ്ങിയിരുന്നോളും. ഇനി വലിയ ബാസ്ക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സെപ്പറേഷൻ നമുക്ക് കാർഡ്ബോർഡൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്യാമല്ലോ. എന്നിട്ട് ഒരേ ബാസ്ക്കറ്റിൽ തന്നെ സോക്സും അണ്ടർ ഗാർമെന്റ്സും ഒക്കെ നമുക്ക് അടുക്കി വെക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ ഫോൾഡ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് വെക്കാമല്ലോ. അപ്പം നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള സമയം ലാഭിക്കുകയും ചെയ്യാം, എന്നാൽ മെസ്സി ആവാതെ നമ്മുടെ അലമാരിയിലൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു ലോണ്ടറി റുട്ടീൻ. ഞാൻ ലോണ്ടറി എളുപ്പമാക്കാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും എന്താണോ എളുപ്പമാവുന്നത് അതങ്ങോട്ട് സെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.